ഈ മിക്ക ഐസൊലേഷൻ, ഇൻട്രോവേർട്ട് അല്ലെങ്കിൽ ഈ മാസ്റ്റർബേഷൻ്റെ ഒക്കെ കാരണങ്ങളുണ്ടല്ലോ, ഇതെല്ലാം ഈ സബ് കോൺഷ്യസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ശരീരം, ഇപ്പോൾ നമുക്ക് സ്ത്രീയായിട്ട് ശരീരത്തെ എടുക്കുമ്പം ഈ ശരീരം കൃത്യമായിട്ട് പെർഫോം ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ, എല്ലാവരും ഈ മാസ്റ്റർബേഷനിലേക്ക് പോകാനും ഡ്രഗ്സിലേക്ക് പോകാനുള്ള മെയിൻ കാരണം ഇതാണ്. ഇപ്പം നമുക്ക് ഒട്ടുമിക്ക സ്ത്രീകളിലും, അതായത് അവർക്ക് ഈ അവരുടെ ശരീരത്തിന് സെക്ഷുവലി താല്പര്യം ഉണ്ടാവും. പക്ഷെ അവരെ സബ് കോൺഷ്യസ് മൈൻഡിൽ അവർക്ക് ഒന്നുകിൽ അവരച്ഛനുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ചില ബന്ധങ്ങളിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ, സ്ത്രീ എന്നല്ല, അതായത് ശരീരത്തിൻ്റെ ഭാഗത്ത് ആരെങ്കിലുമായിട്ട് ഡീപ്ലി സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തെങ്കിലും രീതിയിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ഐസൊലേറ്റഡ് ആയി പോകുന്നത്. അവിടെ എന്താ സംഭവിക്കുക, അടുത്തൊരാളുടെ പ്രസൻസിൽ നമുക്ക് അവിടെ ചില താല്പര്യങ്ങൾ, ടെമ്പററി താല്പര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ മാത്രമേ നമുക്ക് അവരുമായിട്ട് യോജിക്കാൻ പറ്റുള്ളൂ. ആ താല്പര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അയാളുമായിട്ട് ഒരു തരത്തിലും യോജിച്ചു പോകാൻ സാധിക്കില്ല. മിക്ക കല്യാണങ്ങളിലും അല്ലെങ്കിൽ മിക്ക എഗ്രിമെൻ്റ് വെച്ചിട്ടുള്ള ഒരുമിക്കലിലും ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ക്ലിയറൻസ് എടുക്കാനോ ഇത് തുറന്നു പറയാനോ സാധിക്കാത്തത് കൊണ്ട് അവിടെ എല്ലാം പ്രോബ്ലംസ് മാത്രമാണ്. ഈവൻ ഒരു സ്ത്രീ സെക്സ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ഇപ്പം ഒരാളുമായിട്ട് അല്ലെങ്കിൽ ഒരാളിപ്പോൾ സെക്സ് ചെയ്യുമ്പം അയാളുടെ ഉള്ളിൽ എവിടെയെങ്കിലും റൂട്ടായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, സബ് കോൺഷ്യസിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ സെക്സ് പോലും അവർക്ക് പ്രോബ്ലമാണ്. ആക്ടിവിറ്റിയിൽ അവർ ഇൻവോൾവ് ആണ്. കാരണം എന്താണ്, ആ വ്യക്തിക്ക് ഇതിനോട് താല്പര്യമുണ്ട്. പക്ഷെ ബോഡി ഇത് ചെയ്ത് കഴിയുമ്പം അയ്യോ ഇതെനിക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള ആ സാധനം റിഗ്രറ്റ് ഇങ്ങനെ കീപ്പ് ഓൺ കൊണ്ടുവരും. ഇതാണ് മിക്ക മനുഷ്യന്മാർക്കും ആളുകളോടുള്ള താല്പര്യങ്ങൾ കുറഞ്ഞു പോകുന്നത്. അപ്പോൾ ചിലവരാണെങ്കിൽ ഈ ആക്ടിവിറ്റി ചെയ്യും, പക്ഷേ അവരുടെ ബാക്കിയുള്ള സമയങ്ങളിൽ അവർ ചെയ്യുന്ന പ്രവൃത്തി വെച്ചിട്ട് ഈ ആക്ടിവിറ്റീനെ കമ്പയർ ചെയ്യും. അപ്പോൾ അവൾ എൻ്റെ അച്ഛനെയും അമ്മയെയും പറ്റി പറയണത്, അല്ലെങ്കിൽ മക്കളെ ശരിക്കും നോക്കണില്ല, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ആൻഡ് കൺക്ലൂഷൻസിൽ പരസ്പരമുള്ള താല്പര്യങ്ങൾ നിരന്തരം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെയാണ് നമ്മൾ ക്ലാരിറ്റി എടുത്ത് നമ്മളെ സത്യസന്ധതയിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഈ ശരീരം എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അത് കൃത്യമായിട്ട് പ്രവർത്തിക്കും. അപ്പം മറ്റൊരു വ്യക്തിയെ നമ്മൾ അയാൾ ഇന്നതാണ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകുമ്പം ഓരോരുത്തരും അവിടെ ടയേർഡാണ്. അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഭാഗത്തു നിന്ന് സിമ്പിളായിട്ട് മാറാൻ പറ്റും. അപ്പോൾ ഇത് ഫോക്കസ് ചെയ്താൽ മതി, വളരെ ഈസിയാണ്.